ഹലോ, എന്തൊക്കെയായി പ്രിപ്പറേഷൻസ്? കഴിഞ്ഞ നമ്മൾ ഒരു സെക്ഷൻ വെച്ചായിരുന്നു അല്ലേ? നമ്മൾ ചാപ്റ്റർ 3 ആയ ലിബറൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, നിങ്ങൾ ഏതൊക്കെ പോർഷൻസിന് ഫോക്കസ് കൊടുക്കണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 പോവേർട്ടി. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് കൊടുക്കണം, ഏതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് പോവേർട്ടി, വേൾഡ് ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആയ പോവേർട്ടി. ഈ പോവേർട്ടിയെ പറ്റിയാണ്. അത് ഇന്ത്യയിൽ എങ്ങനെയാണ്, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, അതിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ഗവൺമെൻറ് ചെയ്യുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് പോവേർട്ടിയുടെ ഡെഫിനിഷനാണ്. ദാരിദ്ര്യം, ഇതിനൊരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഡയറക്റ്റ് 2 മാർക്കിന് വാട്ട് ഈസ് പോവേർട്ടി എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ മറ്റ് 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഒരു സബ് പാർട്ടായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പോവേർട്ടി എന്താണെന്ന്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ജസ്റ്റ് ആരും ദാരിദ്ര്യത്തിൻ്റെ ഡെഫിനിഷൻ ചോദിക്കില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. ദെൻ ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇൻഡിവിജ്വലിയോ അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ടോ ചോദിക്കും. ഓക്കെ, എന്താണ് റിലേറ്റീവ് പോവേർട്ടി, അബ്സല്യൂട്ട് പോവേർട്ടി? പോവേർട്ടിയുടെ എക്സ്റ്റെൻറ്റുകളാണ് റിലേറ്റീവ് പോവേർട്ടി ആൻഡ് അബ്സല്യൂട്ട് പോവേർട്ടി. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഈ 2 ടേംസ് എന്താണ്, അല്ലെങ്കിൽ ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് ഒറ്റയ്ക്കാണ് ചോദിക്കുന്നതെങ്കിൽ 2 3 മാർക്കിന്, ഡിഫറൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ 3 4 മാർക്കിനാണ് നോർമലി ചോദിച്ചു കണ്ടുവരുന്നത്. ദെൻ പോവേർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖ. നമ്മൾ കേൾക്കുന്നുണ്ട് ദാരിദ്ര്യ രേഖ. എന്താണ് പോവേർട്ടി ലൈൻ? ഈ പോവേർട്ടി ലൈൻ എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഒറ്റയ്ക്ക് ചോദിക്കാം പോവേർട്ടി ലൈൻ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വാട്ട് ഈസ് പോവേർട്ടി, വാട്ട് ഈസ് പോവേർട്ടി ലൈൻ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലെങ്കിൽ പോവേർട്ടി ലൈൻ എന്താണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അസസ്മെൻറ്റ്, അതായത് പോവേർട്ടി ലൈൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, അതിനെ ക്രിട്ടിക്കലി അസസ്മെൻറ്റ് നടത്താനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് നല്ലതാണോ, അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, അതും ഒരു 3 to 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നോർമലി കണ്ടുവരുന്നത്. കാറ്റഗറൈസിങ് പോവേർട്ടി, പോവേർട്ടിയുടെ കാറ്റഗറൈസ്. പോവേർട്ടി നമുക്ക് ക്രോണിക്, ട്രാൻസിയന്റ്, നോൺ പുവർ എന്ന കാറ്റഗറീസും വീണ്ടും അതിനെ സബ് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊരു ഗ്രാഫ് ഉൾപ്പെടെയാണ് പഠിച്ചിട്ടുള്ളത്. എക്സാമിന് ആ ഗ്രാഫ് വരച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതായത് പുവർ എന്താണ്, നോൺ പുവർ എന്താണ്, ട്രാൻസിയന്റ് എന്താണ്, ക്രോണിക് എന്താണ്, ആ ഒരു ടോപ്പിക്ക് ആ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട് എന്ന് ഇൻവിജിലേറ്ററെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എക്സാം വാല്യൂ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾക്കൊരു ഐഡിയ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആ 3 കാറ്റഗറീസ്, അതിൻ്റെ സബ് കാറ്റഗറീസ് എഴുതണം. ദെൻ കോസസ് ഓഫ് പോവർട്ടി, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു 5 പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. 5 പോയിന്റ്, മിനിമം 5 പോയിന്റ്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു 5 പോയിന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകേണ്ടതായിട്ട് ഉണ്ട്. ഈ പോവർട്ടിയെ റിമൂവ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് പോവർട്ടി റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പോളിസീസ് എങ്ങനെ ചെയ്യാം, അതിനെ നമുക്ക് 3D അപ്രോച്ച് എന്ന് പറയാം. പോവർട്ടിയെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അപ്രോച്ചിനെ, പോളിസീസിനെ 3D അപ്രോച്ച് എന്ന് പറയാം. ആ 3D അപ്രോച്ചിനെ പറ്റി ചോദിക്കാറുണ്ട്. അതൊരു 3 to 4 മാർക്സിന് ചോദിക്കാം 3D അപ്രോച്ചിനെ പറ്റി. 3D അപ്രോച്ച് ചോദിക്കുമ്പോൾ പേരെഴുതിയാൽ കുറച്ച് മാർക്ക് കിട്ടും. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഏതൊക്കെയാണ് അപ്രോച്ചുകൾ? ട്രിക്കിൾ ഡൗൺ അല്ലെങ്കിൽ ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, പോവേർട്ടി അലിവേഷൻ പ്രോഗ്രാം, മിനിമം നീഡ് പ്രോഗ്രാം. ഇത് 3ഉം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ കൂടിയാണ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. ഗവൺമെൻറ് ദാരിദ്ര്യം ഇല്ലാതാക്കാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്ന പദ്ധതികൾ ഏതൊക്കെ ആണ് എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. കുറേ പ്രോഗ്രാംസ്, കുറേ പോളിസീസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 4 5 എണ്ണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം. കൃത്യമായിട്ട് പേര് പഠിക്കുക. തെറ്റിച്ച് പേര് ഒന്നും എഴുതരുത്. ഊഹാമോഹങ്ങളൊന്നും എടുത്ത് എക്സാമിന് ഇടരുത്. പ്രധാനമന്ത്രി, അങ്ങനെ കുറേ പ്രധാനമന്ത്രി നെയിംസ് ചേർത്തിട്ടുള്ള പ്രോഗ്രാംസ്, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, പിന്നെ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, തൊഴിലുറപ്പ് പദ്ധതികൾ, ഇതിൻ്റെ എല്ലാം
കറക്റ്റ് നെയിംസ്, ആ പ്രോഗ്രാമിൻ്റെ കറക്റ്റ് നെയിംസ് ടെക്സ്റ്റിലുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ പഠിച്ച് അല്ലെങ്കിൽ ഓർഡർ തെറ്റിക്കാതെ പഠിച്ചിട്ട് പോകണം. ഇതിൻ്റെയൊക്കെ ഇയേഴ്സ് ഉണ്ട്. ഈ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയേഴ്സ് ഉണ്ടെങ്കിൽ ആ ഇയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കൂടെ തന്നെയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ക്രിട്ടിക്കൽ അസസ്മെൻറ്റ്. ഈ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസിൻ്റെ ഒരു ക്രിട്ടിക്കൽ അസസ്മെൻറ്റ്. ഈ പ്രോഗ്രാംസ് ഒന്ന് അസസ് ചെയ്യുക. അതായത് ഇതിൻ്റെ സക്സസ് ആണോ, എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ ലിമിറ്റേഷൻസ് ഈ പ്രോഗ്രാംസിനുണ്ട് എന്നൊരു ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് കൂടി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് റിലേറ്റീവ് പോവർട്ടി, അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്ന ടോപ്പിക്ക്, പിന്നീട് പോവർട്ടി ലൈന്, ദെൻ കോസസ് ഓഫ് പോവർട്ടി, ദെൻ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം. ഇത്രയും വളരെ, ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്, ഫോക്കസ് കൊടുക്കുന്നതിലും ഒരു അൾട്രാ ഫോക്കസ് കൊടുക്കേണ്ടതാണ് ഈ ടോപ്പിക്കുകൾ, ഈ 4 ടോപ്പിക്കുകൾ. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് പഠിച്ചു പോയാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ.